കൊച്ചിയിൽ തന്നെ ന്യൂ കൊച്ചി എന്ന് പറയുന്ന കൊച്ചിക്കകത്ത് തന്നെ വേറൊരു കൊച്ചി അങ്ങനെയാണ്. ലാലേട്ടൻ പടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രോസസ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ഫർദർ ഡെവലപ്മെന്റ് ഫിലിമിന്റെ കൺവിൻസിംഗ് ആണ് തന്നെ അതൊരു ചെയ്യാൻ സമയം. എങ്ങനെ കൺവിൻസ് ചെയ്ത് അല്ലെങ്കിൽ കൺവിൻസിംഗ് അല്ലെങ്കിൽ ഒരു ആൾക്കാർ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് തിയേറ്ററിൽ ആഫ്റ്റർ എ ലോങ് ടൈം. There's a lot of such things in the film. അപ്പോൾ Jurassic Park പോലത്തെ തിയേറ്റർ എക്സ്പീരിയൻസ്. ഹലോ സാർ. ഹലോ. ഓക്കെ, അപ്പോ മസ്തിഷ്ക മരണം ഒരു സിംഗിൾ ലൈനിൽ ഈ മൂവിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ, ലൈക്ക് ഐ നോ ഇറ്റ്സ് എ മൂവി, എന്നാൽ എക്സ്പ്ലെയിൻ ചെയ്താൽ എങ്ങനെ ചെയ്യും? Sci-fi comedy investigation courtroom drama. Okay. About ഒരു ഫാദർ, ചൈൽഡ് മിസ് ചെയ്യുന്ന ഒരു ഫാദർ, അയാളുടെ ഒരു സെർച്ച് ഫോർ ട്രൂത്ത് പോലെയൊക്കെയുള്ള ഒരു സെൽഫ് പോലെയൊക്കെയുള്ള ഒരു കോമഡിയാണ്. കോമഡി. അതെ, എന്ന് വെച്ചാൽ ജോണർ ഇൻഡസ്ട്രി വർക്കുള്ള ഒരു ജോണറിലല്ല, പക്ഷേ സൈബർ പങ്ക് എന്ന് പറയുന്ന ജോണറിൽ നിന്ന് കുറെ സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അല്ല, ഞങ്ങൾ ഇതിന്റെ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസും വീഡിയോസും ബ്ലേഡ് റണ്ണർ 2040 മാതിരിയിട്ടുള്ള രജീഷ വെച്ചിട്ട് ഡ്രസ്സ് ഒക്കെ കണ്ടിരുന്നു സ്റ്റൈലിംഗിലൊക്കെ. അപ്പോൾ നമുക്കൊരു ബ്ലേഡ് റണ്ണർ മലയാളം എക്സ്പീരിയൻസ് ആണോ നമുക്ക്? ഇല്ല, അത്ര അറ്റ്മോസ്ഫിയറിക് ആയിട്ടില്ല, അങ്ങനത്തെ അല്ല. മോർ ഓഫ് എ ചേംബർ ഡ്രാമ പോലെയാണ്. പക്ഷേ 2046 ആണ്. അപ്പം ഈ സൈബർ പങ്ക് സിനിമകളുടെ ഒരു കോർ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടെക്നോളജിയും ലൈഫിന്റെ ക്വാളിറ്റി ലോയുമാണ് അതിന്റെ ഒരു ഇത്. അത് ബ്ലേഡ് റണ്ണർ, ന്യൂറോമാൻസർ, ഗോസ്റ്റ് ഇൻ ദ ഷെല്ലൊക്കെ വന്നിട്ട് ഇവളുള്ള, അപ്പം ആ കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ടെക്നോളജി ഈസ് റിയലി ഹൈ ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻ ന്യൂ കൊച്ചി ഈസ് ലോ. കൊച്ചിയിൽ തന്നെ ന്യൂ കൊച്ചി എന്ന് പറയുന്ന, കൊച്ചിക്കകത്ത് തന്നെ വേറൊരു കൊച്ചി അങ്ങനെയാണ്. അഡ്വാൻസ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിലോ നമുക്ക് അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു പുതിയ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും? ഞാൻ നേരത്തെ ചെയ്ത ഒന്നിലും ഫുൾ CGI ഷോട്ട്സുകളില്ലായിരുന്നു. ഫുൾ CGI ഷോട്ട്സ് ഇതിലുണ്ട്. ഞാൻ റോബോട്ടിക് ആം യൂസ് ചെയ്തില്ലായിരുന്നു. എനിക്ക് 4.5 ഗാങ്ങില് ആ സമയത്ത് എനിക്ക് റോബോട്ടിക് ആം വേണമായിരുന്നു, പക്ഷേ അതെനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഐ വാസ് റിയലി ആംഗ്രി ദെൻ. കാരണം അപ്പൊ ഇതില് റോബോട്ടിക് ആം വെച്ചുള്ള കുറെ ഷോട്ട്സുകളുണ്ട്. പിന്നെ ഓൾസോ നമ്മൾ ഫോഴ്സ് പെർസ്പെക്റ്റീവ് ചെയ്യാൻ പറ്റി. അപ്പൊ ഫോഴ്സ് പെർസ്പെക്റ്റീവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതിന്റെ DOP തന്നെ അത് ഡിസൈൻ ചെയ്തു. പിന്നെ ക്രോസ് സെക്ഷണൽ ഫ്രെയിംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ കുറച്ചധികം എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഫ്രാങ്കൻ ബൈറ്റ് എന്നാണ് ഇതിന്റെ പേര്. ഫ്രാങ്കൻ ബൈറ്റ് നമ്മൾ സംസാരിക്കുന്നതിന്റെ ഡയലോഗിന്റെ ഇടയിൽ വേറൊരു ഡയലോഗ് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതിന്റെ മീനിങ് മാറും. അപ്പൊ അത് ഈ റോസ്റ്റ് വീഡിയോകളൊക്കെ ചെയ്യുന്നതാണ്. അതുപോലത്തെ ഒരു ഫ്രാങ്കൻ ബൈറ്റിൻ എഡിറ്റ് പാറ്റേൺ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു എഡിറ്റ് നോക്കിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ രണ്ടാമത് ഇപ്പൊ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ സോങ്ങിന്റെ അടുത്തൊരു രജീഷ വിജയന്റെ അടുത്തൊരു കോൺട്രവേഴ്സി. അപ്പൊ അതിനുശേഷം ഇന്റർവ്യൂവിൽ പറയുണ്ടായി കൃഷാന്ത് എന്നൊരു ഫിലിം മേക്കറിന്റെ കൺവിൻസിംഗ് ആണ് തന്നെ അതൊരു ചെയ്യാൻ സമയം. അപ്പൊ എങ്ങനെ കൺവിൻസ് ചെയ്ത്? അല്ലെങ്കിൽ കഥ പറഞ്ഞു, ഇതിന്റെ അകത്ത് സ്റ്റോറിയിൽ ഒരു ഐറ്റം ഡാൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ രജീഷ, I remember Raisha telling me that she had made such statements. അപ്പം ഇത്രയും ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഷീ ഹാഡ് മെയ്ഡ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ക്ലീൻ ആയിട്ട് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും പക്ഷെ ഇത് സ്ക്രിപ്റ്റിൽ ഇങ്ങനെയൊക്കെ വേണം, അപ്പം അത് ചെയ്യാൻ കുഴപ്പമില്ല. ഷീ വർക്ക്ഡ് ഓൺ ഹെർ സെൽഫ്, ഷീ വർക്ക്ഡ് ഔട്ട് ആൻഡ് എല്ലാം അങ്ങനെ നെസസറി ചെയ്തു. പിന്നെ അവർ അന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അപ്പം അവര് ഏതെങ്കിലുമൊക്കെ അവർ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നതിനെക്കാട്ടും പാഷനേറ്റ് ആണ് അവര് കലയായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പം എന്തായാലും അതില് ഈ ഫാക്ടറുകളൊന്നും അവരങ്ങനെ തീരുമാനിക്കുന്നില്ല. പിന്നെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ബിലീഫുകളും നമുക്ക് ബ്രെയിനിനെ മാറ്റാൻ പറ്റുന്ന കഴിവുണ്ടെങ്കിൽ അതൊരു ഇന്റലിജൻസിന്റെ സിമ്പിളാണ്. എനിക്ക് തോന്നിയൊരു ചോദ്യം, ഇപ്പോ മലയാള സിനിമയിൽ സാർ എടുക്കുന്ന സബ്ജക്ട്സും എല്ലാം വളരെ ഡിഫറെന്റ് ആണല്ലോ. ലൈക്ക് യൂണിക് സബ്ജക്ട്സ് എല്ലാം കുറച്ച് ഡിഫറെന്റ് ആണ്. മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു അന്റാർട്ടിക്കൻ പെൻകിൻ ആണോ സാർ? അല്ലെങ്കിൽ ഇത് എങ്ങനെ പറ്റുന്നതാണ്? ലൈക്ക് എല്ലാരും ഒരു ഡയറക്ഷനിലേക്ക് ഒരു ജനർ നോക്കി അല്ലെങ്കിൽ കംഫർട്ടബിൾ ജനർ നോക്കി പോകുമ്പോൾ സാർ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് സാറിന്റെ ഒരു പാഷന് വേണ്ടി എനിക്ക് തോന്നുന്നു. ഞാനൊരു സിനിമ ആഗ്രഹിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ സിനിമ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു എവല്യൂഷൻ കാണാൻ പറ്റുമായിരുന്നു. ജോണറിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു ഫ്രാങ്കൻ ബൈറ്റിൻ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കുന്ന എന്റെ സിനിമകൾ എത്തുന്ന ആ ജോണർ ക്ലിയർ ആയിട്ട്, ആ ചേഞ്ച് ക്ലിയർ ആയിട്ട് കാണും. ആ സമയത്തൊന്നും എനിക്ക് അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ സിനിമ വന്നില്ല. അപ്പം ഇപ്പൊ ഞാൻ എന്തായാലും ഇവോൾവ് ചെയ്ത സ്റ്റേജിൽ തന്നെ ചെയ്യുന്നത്. അപ്പം
ആൻഡ് മോർ മലയാളം സിനിമ ഇസ് കമ്മിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഒരുപാട് മലയാള സിനിമകൾ ഇതേ ദിശയിൽ തന്നെയാണ്. ഇതിനെക്കാട്ടും ബഡ്ജറ്റും പബ്ലിസിറ്റിയൊക്കെ കിട്ടി വിത്ത് സ്റ്റാർസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിന് ഭയങ്കര റീച്ച് കിട്ടുന്നുണ്ട്. അപ്പം എവറിബഡി ഈസ് ഓൺ എ ചേഞ്ച് റൈറ്റ് നൗ. എനിക്ക് എൻ്റെ ഫിലിംസ് നോട്ടീസ് ചെയ്യുന്നതിൽ തന്നെ ഗ്ലാഡാണ്. അപ്പൊ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ തന്നെ ഞാൻ പറയും എന്റെ എക്കോ ചേമ്പർ ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി. അപ്പൊ എവിടെയോ വേറൊരു പബ്ലിക് ഡൊമൈനിലോട്ട് വേറെ പബ്ലിക് ഒരു സ്പേസിലോട്ട് എത്തി, അപ്പോഴല്ലേ തെറിവിളിയും വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടെ വെച്ചാൽ സൂപ്പറാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പോകും. അപ്പൊ അത് ചിലപ്പോൾ പറഞ്ഞത് തന്നെ കാസ്റ്റിംഗ് ഒരു സിനിമയിലെ ഒരു ലൈക്ക് മറ്റുള്ള സിനിമയിൽ ഇപ്പൊ മറ്റു ഇൻഡസ്ട്രീസ് നോക്കുമ്പോൾ കാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു അവരുടെ ഇൻഡസ്ട്രിയിൽ സാർ ഇത്രയും ചെയ്ത പ്രൊജക്ട് എല്ലാം കാസ്റ്റിംഗ് എത്ര ലൈക്ക് മൈനർ വലിയ സ്റ്റാർ കാസ്റ്റിംഗ് യൂസ് ചെയ്യാണ്ട് അത്യാവശ്യം സാറിന്റെ ഇതിൽ സാർ ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഞങ്ങൾ കണ്ടൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാതും. അപ്പം ഈ ചെറിയൊരു കാസ്റ്റിംഗ് വെച്ച് ആ മൂവി ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് എങ്ങനെയാണ്? അത് എന്റെ മൈൻഡില് അങ്ങനെ ഇവര് ചെറുതാണ് എന്നുള്ള ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടില്ല. എനിക്ക് ഇവരെല്ലാരും ഞാൻ ഔട്ട്സൈഡ് അല്ലേ, ഞാൻ ഔട്ട്സൈഡറായിട്ട് നോക്കുമ്പോൾ എനിക്ക് എല്ലാരും ബിഗ് ആണ്. പിന്നെ മാർക്കറ്റ് എന്ന് പറയുന്നതും A ലിസ്റ്റർ B ലിസ്റ്റർ C ലിസ്റ്റർ എന്ന് പറയുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കി വരുന്നുണ്ട്. അപ്പൊ അത് സ്ക്രിപ്റ്റ് ആണോ നമുക്ക് കോൺഫിഡൻസ്? അങ്ങനെയൊന്നുമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും സിനിമ ചെയ്യണം എന്നാണ്. അപ്പൊ അതിന് കൂടെ സഹകരിക്കുന്ന അതിന് സപ്പോർട്ട് ചെയ്യുന്ന മിക്കവാറും ആൾക്കാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ അല്ലാതെ ബിഗ് സ്റ്റുഡിയോ ബിഗ് പ്രൊജക്ട്സുകൾ വരുന്ന സമയത്ത് അവർ തന്നെ കാസ്റ്റിങ്ങിന് ഫണ്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ചെയ്യാറുണ്ട്. അതിപ്പം നമ്മള് AVFന്റെ കൂടെ ചെയ്തപ്പോഴേ ചെയ്തു, 4.5 ഗാങ്സിലൊക്കെ ചെയ്തു. അതുപോലെ ഡയറക്ഷൻ ആണോ അതോ ആക്ടിംഗ് ആണോ ടഫ്? സാർ ഒരു ചെയ്തിരുന്നല്ലോ. ആക്ടിങ് എനിക്ക് ഇഷ്ടമല്ല, എനിക്കതൊരു ഭയങ്കര ഒരു സഹിക്കാൻ പറ്റാത്തൊരു ജോലി, ഭയങ്കര ടഫാണ്. എന്ന് വെച്ചാൽ നമ്മള് ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ഇൻ ദാറ്റ്. ആ പരിപാടിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ നമ്മളാണ്. അപ്പൊ നമുക്ക് എന്ത് ലൈറ്റ് ചെയ്താലും എന്ത് സിനിമാറ്റോഗ്രഫി ചെയ്താലും VFX ചെയ്താലും ഒക്കെ ആൾക്കാർ കാണുന്നത് ബാഡ് പെർഫോമൻസും ഗുഡ് പെർഫോമൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് പാളും. അപ്പൊ എനിക്കത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ ആ ഒരു മെറ്റീരിയലില് പെട്ടെന്ന് എന്റെ അസോസിയേറ്റ് എന്നെ കാസ്റ്റ് ചെയ്തിട്ട് ഒരു ചേഞ്ച് വന്നു സ്ക്രീൻ പ്ലേ ലാസ്റ്റ് മിനിറ്റ്. അപ്പം അങ്ങനെയാണ് കാസ്റ്റ് ചെയ്തത്. പിന്നെ അഭിനയിക്കാൻ താല്പര്യക്കുറവ് ഉണ്ടോന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പ്ലേ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കംഫർട്ടബിൾ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോ ചെയ്യും. അങ്ങനെ ഫേവറേറ്റ് മൂവീസില് ഇപ്പം മുകുന്ദന്റെ സുമിത്ര വിളിക്കുന്നു ഇന്റർവ്യൂ സാർ പറഞ്ഞിരുന്നല്ലോ. അപ്പം സാറിന്റെ സൈഡിൽ നിന്ന് കൃഷാൻ ഒരു ഫിലിം ഒരു നിയർ ഫ്യൂച്ചർ ഈ ശ്രീനിവാസൻ പടം പോലെ സത്യനന്ദിക്കാട് പടം പോലെ ഒരു ആ ഒരു ജേണറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ എപ്പോഴും? ഇല്ല പറ്റത്തില്ല. കാരണം എനിക്ക് അത് കാണാൻ ഇഷ്ടമാണെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ ആവണ്ട. പക്ഷെ ദ സെയിം ടൈം അതിന്റെ ഒരുപാട് സ്പിരിറ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രിയൻ സാറിന്റെ പടത്തിന്റെ മസ്തിഷ്കം ഒന്ന് കണ്ട് ഫുള്ള് നോക്കിയാൽ മതി. അതിലൊക്കെ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പിന്നെ എന്റെ സിനിമയിൽ അവസാനമാകുമ്പോൾ ഒരു എൻസംബിൾ ആൾക്കാർ എത്ര പേര് എല്ലാവരും കൂടെ ഒത്തൊക്കെ വരില്ല. എനിക്ക് തോന്നുന്ന അത് നമ്മള് ഞാൻ പ്രിയൻ സാറിന്റെ സിനിമയിൽ നിന്നൊക്കെ ആയിരിക്കും ഇത് ഇൻസ്പയർഡ് ആയിരിക്കും. ദാറ്റ് വി ഷുഡ് ബ്രിങ് എവ്രി വൺ ടുഗദർ ഒരു ലാർജർ ദാൻ ലൈഫ് സിറ്റുവേഷൻ ആവണമെന്നൊക്കെ അതിൽ നിന്നൊക്കെ ആയിരിക്കും. അത് ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിലൊക്കെ ഉണ്ട്, അണ്ടർഗ്രൗണ്ടിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഗ്രേറ്റ് ഫിലിംസിലും ഉണ്ട് ഫൈനൽ. പക്ഷേ ഞാനത് കണ്ടേക്കുന്നത് അപ്പം അങ്ങനെ. പക്ഷെ അതിന്റെ എലിമെന്റ്സുകളെല്ലാം ഉണ്ട്. ലൈക്ക് ഈ മസ്തിഷ്കത്തിൽ നമുക്ക് ഡയറക്റ്റ് ഡെഡിക്കേഷൻ ടു പ്രിയദർശൻ സീനൊക്കെ ഉണ്ട്. പിന്നെ സാർ ഇപ്പം പ്രൊഡക്ഷനിലേക്കും സാർ ഉണ്ട്. അപ്പം ഈ റീസെന്റ് ആയിട്ട് വരുന്ന പ്രൊഡക്ഷൻ അസോസിയേഷൻ്റെ ഒക്കെ വരുമ്പോഴാണെങ്കിലും മലയാള സിനിമ ലോസിലാ, ഭയങ്കര നെഗറ്റീവ് മാർക്കറ്റിലാണ്, നെഗറ്റീവിലാണ് PL പോർട്ട്ഫോളിയോ എല്ലാം. അപ്പം ആസ് എ പ്രൊഡ്യൂസർ സാറിന് എന്താണ് ബിസിനസ്, ലൈക്ക് മലയാളം ഇൻഡസ്ട്രി നല്ല ബിസിനസ് ആണോ എന്നാണ് തോന്നുന്നത്? ലൈക്ക് ഞാനിപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രൊഡക്ഷൻസ് പല പ്രൊഡക്ഷൻസും പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ ഹൗസുകളാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു കലയും കൂടെയാണ്. അപ്പൊ ഇത് രണ്ടും അക്സെപ്റ്റ് ചെയ്തിട്ട് ആ കലയുടെ രീതി തന്നെ ഡെവലപ്പ് ചെയ്യണം. അതിന് മാർക്കറ്റബിലിറ്റി ഉണ്ടാക്കുന്നതെല്ലാം പ്രൊഡക്ഷൻ ഹൗസിന്റെയും ബ്രാൻഡിങ്ങിന്റെയും ഒക്കെ ഭാഗം തന്നെയാണ്. അപ്പൊ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നത് തൊട്ട് അതിന്റെ കാസ്റ്റ് ചൂസ് ചെയ്യുന്ന തൊട്ട് പ്രൊഡക്ഷൻ അതിന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ പോകത്തുള്ളൂ. അപ്പൊ പലപ്പോഴും പൈസ ഉള്ള ഒരാളാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് ഇത് മാറുമ്പോഴത്തേക്കും അവരെന്തിനെങ്കിലും പൈസ ഇട്ടിട്ട് അത് പോകും. അപ്പൊ അത് സംഭവിക്കാം. അത് ഇതിൽ മാത്രമല്ല, റിയൽ എസ്റ്റേറ്റിൽ പോകാറുണ്ട്,
നമ്മൾ ഏത് കച്ചവടം നോക്കിയാലും ആ കച്ചവടത്തെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിൽ തൂക്കാനും ജയിക്കാനും തയ്യാറായിട്ട് പല പല കരുക്കൾ നീക്കാനൊക്കെ ജയിക്കത്തുള്ളൂ. ഇത് അങ്ങനെയാണ്. ദാറ്റ്സ് ദ സെയിം എവരിവെയർ. ബട്ട് അസോസിയേഷൻ റിവീലിംഗ് അബൌട്ട് ബഡ്ജറ്റ് ഇസ് വെരി സ്റ്റുപ്പിഡ് എന്ന് അങ്ങനെ റിവീൽ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പല ബിസിനസ്സുകളുടെയും അകത്തുള്ള സാധനങ്ങൾ പുറത്താവുമല്ലോ. അപ്പൊ അത് എന്തോ എനിക്ക് അറിഞ്ഞൂടാ, അത് ഓരോരുത്തരുടെ ട്രിപ്പ്. ഓക്കെ, അതുപോലെ ഈ ടൈറ്റിൽസിന്റെ കാര്യത്തിൽ വരുമ്പോൾ സാറിന്റെ എല്ലാ പ്രൊജക്ട്സും ഇപ്പം മസ്തിഷ്ക മരണം ആയിക്കോട്ടെ, എല്ലാ ടൈറ്റിൽസും വളരെ ഡിഫറെന്റും യുണീക്ക് ആണ്. അപ്പം അതൊരു ടൈറ്റിൽ സെലക്ഷൻ ഒരു പ്രോസസ് ആണോ അതോ നാച്ചുറൽ ആയിട്ട് അറ്റ് എൻഡ് വന്ന് ചേരുന്നതാണോ? സാറിന് ടൈറ്റിൽസ് ഒരു മൂവിയിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നത്? എനിക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഇപ്പം ചില സിനിമകൾ നമുക്ക് എഴുതി അത് ഇവോൾവ് ആയി അവസാനം പേരാവും. വൃത്താകൃതിയിലുള്ള ചതുരം അങ്ങനെ ആയതാണ്. ബാക്കി എല്ലാം പ്രോസസ്സിന്റെ ഇടയിൽ വരുന്ന എപ്പോഴൊക്കെയോ വന്ന് ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ വന്നാണ്. ഇപ്പൊ മസ്തിഷ്കമാണ് എഴുതുമ്പോഴേ മസ്തിഷ്കമാണ്, അല്ലെങ്കിൽ 4.5 സംഘം സംഭവ വിവരണം 4.5 സംഘമായത് എഴുത്ത് കഴിയുമ്പോഴാണ്. അപ്പോ പുരുഷപ്രേതം ആയത് ഒരുപാട് ഡ്രാഫ്റ്റുകൾ അജിത്ത് എഴുതിയിട്ട് നമ്മൾ ഒരു ദിവസം രാത്രി ഒരു പോലീസ് ഓഫീസറിനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കാണ് അത് പുരുഷപ്രേതമായത്. അപ്പൊ അങ്ങനെ സംഘർഷഘടന ഞാൻ തന്നെ ഒരു യുദ്ധകല എന്നാണ് അതിന്റെ മലയാളം അഡാപ്റ്റേഷൻ. പക്ഷെ യുദ്ധകല ഇസ് നോട്ട് എ സീരിയസ് നെയിം. അപ്പൊ കാരണം യുദ്ധം എന്ന് പറയുന്നതിനെക്കാട്ടും സംഘർഷമാണ്. പിന്നെ അങ്ങനെ പേരുകൾ ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ സാർ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ചെയ്യുന്നത്. അപ്പം സാർ ലൈക്ക് ഫോൺസിലാണെങ്കിലും ഒരു ടൈറ്റിൽസിന്റെ ഫോണ്ടുകളാണെങ്കിലും കളേഴ്സ് ആണ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ പ്രത്യേക സാറിന്റെ ഒരു സ്റ്റൈൽ മാക്സിമം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെറ്റീരിയലിന്റെ കൂടെയുള്ള ഓക്സിലറി മെറ്റീരിയലുകൾ ഉണ്ടല്ലോ, ടൈപ്പോസ്, അകത്ത് വരുന്ന ടെക്സ്റ്റ്, ഇത് ഫോൺസ് ഒക്കെ. ഇപ്പൊ നമ്മുടെ സിനിമ ചിലപ്പം തിയേറ്ററിലൊക്കെ വരും, ചിലപ്പോൾ സെലിബ്രേറ്റ് ആവും, ചിലപ്പോൾ ആൾക്കാർ തെറി വിളിക്കും, അത് പോകും. പക്ഷെ ചില ആൾക്കാർക്ക് ഇതുമായിട്ട് കണക്ഷൻ എപ്പോഴെങ്കിലും വരാം. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ മെറ്റീരിയൽ ഒരു കണക്ഷൻ വരുമ്പോൾ അവരിതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ, ആസ് എൻ ആർട്ട് വർക്ക് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ഭാഗത്തിനും ഒരു എന്തോ നമ്മുടെ മൈൻഡ് വിചാരിക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നതുകൊണ്ട് മാത്രം അതെ അതിൻ്റെ അകത്ത് റിമൈൻഡ് ചെയ്യുന്നത്. അപ്പം ഓക്കെ, നമുക്ക് ലാസ്റ്റ് ചോദിക്കാനല്ല, ലാലേട്ടൻ പടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ ഇനിയും? ഒരു പ്രോസസ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ഫർദർ ഡെവലപ്മെന്റ്സിലോട്ട് കയറി. പിന്നെ ഇപ്പൊ ഒരു ഇൻട്രസ്റ്റിംഗ് സ്ക്രീൻ പ്ലേ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഡിസ്കഷൻ. ഓക്കെ, അപ്പൊ ഈ റിലീസ് ഡേറ്റ് ഇപ്പോൾ 27-ാം തീയതി റിലീസ്, വേൾഡ് വൈഡ് റിലീസാണ് ഫസ്റ്റ് ടൈം. ഇതിന് പുരുഷപ്രേതം OTT വേൾഡ് വൈഡ് റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മള്. ലുക്കിംഗ് അറ്റ് ഇറ്റ് ഇൻ എ വെരി നല്ലതിൽ ഞാൻ നോക്കുക. ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, ആസ് എ വ്യൂവർ അല്ലെങ്കിൽ ആസ് എ കൺസ്യൂമർ, ഞാൻ എന്തുകൊണ്ട് മിസ് ചെയ്തുകൂടാ ഈ സിനിമ തിയേറ്ററിൽ? ഒന്ന്, തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരുപാട് സീക്വൻസുകളുണ്ട്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോമഡി പടമാണ്, ആൻഡ് അടാറ് കോമഡി പടമാണ്. അപ്പൊ അത് ഞാനത് അധികം റിവീൽ ചെയ്തില്ല. പക്ഷെ അപ്പൊ ഗ്രൂപ്പായിട്ട് ഇത് കാണുമ്പോഴത്തേക്കും വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. കാരണം ഇത് ഒരു ഫ്ലാഷിൽ ഈ സിനിമ തീർന്നു പോകും. അപ്പം അത് ഗ്രൂപ്പായിട്ട്. പിന്നെ ഞാൻ ഇപ്പൊ തിയേറ്ററിൽ ചെല്ലുമ്പോൾ യങ് ആൾക്കാർ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് തിയേറ്ററിൽ ആഫ്റ്റർ എ ലോങ് ടൈം. അപ്പൊ ലോട്ട് ഓഫ് സച്ച് തിങ്സ് ഇൻ ദ ഫിലിം. അപ്പൊ അത് ഇപ്പൊ സംഘർഷം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ പ്രൊമോഷൻ പോലും ഇതുവരെ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഒരു ഞങ്ങൾ ടീസേഴ്സും ഒക്കെ മാറി മാറി കണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകം ക്യാച്ച് ചെയ്തെടുത്ത് ഇത് ചോദിക്കാം. അത് അത്ര അടുത്ത ട്രെയിലർ വരുമ്പോ അത് റിവീൽ ചെറുതായിട്ട്. പക്ഷേ അപ്പൊ ഇത് ഫുൾ ആൻഡ് ഫുൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ജുറാസിക് പാർക്ക് പോലത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല. ഇറ്റ്സ് ലൈക്ക് ഒരു കോർട്ട് റൂം ഡ്രാമയുടെ സ്വഭാവമൊക്കെ അവസാനം വരും ഇടയ്ക്ക്. പക്ഷെ ഇതിന്റെ പ്ലേയിങ് വിത്ത് യുവർ സെൻസസ് കുറച്ചധികമാണ്. തിയേറ്ററിൽ തന്നെ കാണാം. അതെ.